നമ്മൾ എങ്ങനെയാണ് ധ്യാനത്തിലേക്ക് അല്ലെങ്കിൽ മുക്തിയിലേക്ക് പോകുന്നത് എന്ന് ഭഗവാൻ ചൂള അസപുര സൂത്രത്തിൽ പറയുന്നുണ്ട്. അതായത് നമുക്ക് ആസക്തിയുണ്ട്, ദ്വേഷമുണ്ട്, ക്രോധമുണ്ട്, ശത്രുതയുണ്ട്, നിന്ദയുണ്ട്, അതേപോലെ തന്നെ ചതിയുണ്ട്, വഞ്ചനയുണ്ട്, ഇങ്ങനത്തുള്ള കാര്യങ്ങളെല്ലാം നമ്മുടെ ഉള്ളിലുണ്ട് എന്ന് കരുതുക. ഇനി നമ്മൾ ധ്യാനം ചെയ്തിട്ട് ഈ സംഗതികൾ മുഴുവൻ പോയി എന്ന് വിചാരിക്കുക. അതായത് 6R എന്ന അഭ്യാസമൊക്കെ നമ്മൾ ചെയ്തിട്ട് ഇതെല്ലാം പോയി എന്ന് നമ്മൾ വിചാരിക്കുക. അങ്ങനെ അത് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ആദ്യമായിട്ട് ഉണ്ടാകുന്ന മനസ്സിൽ പ്രമോദമുണ്ടാകും. പ്രമുദസ്സ പീതി ജായത. അങ്ങനെ മനസ്സിൽ പ്രമോദമുണ്ടാകുന്ന സമയത്ത് പീതി, മനസ്സിൻ്റെ സന്തോഷമുണ്ടാകും. പീതി മനസ്സ കായോ പസമ്പതി. നമ്മുടെ മനസ്സിൽ പ്രീതി ഉണ്ടായിക്കഴിഞ്ഞാൽ നമ്മുടെ ശരീരം പ്രശാന്തമാകും. പ്രസദ്ധ കായോ സുഖം വേദേതി. ആരുടെ ശരീരത്തിൽ പ്രസിദ്ധി ഉണ്ടായോ ആ വ്യക്തിക്ക് ശരീരത്തിൽ സുഖം ഉണ്ടാവും. സുഖിനോ ചിത്തം സമാധിയതി. ആരുടെ ശരീരത്തിൽ സുഖം അനുഭവപ്പെടുന്നുവോ ആ വ്യക്തിക്കാണ് സമാധി കിട്ടുക. സമാധി കിട്ടിക്കഴിഞ്ഞാൽ മാത്രമേ നമ്മൾക്ക് മുക്തി ലഭിക്കുകയുള്ളൂ. ഇതേ തന്നെയാണ് 5 നീവരണങ്ങൾ ഇല്ലാതായി കഴിഞ്ഞാലും നമ്മൾക്ക് സംഭവിക്കുന്നത്. 5 നീവരണങ്ങൾ ഇല്ലാതായി കഴിഞ്ഞാൽ പ്രമോദമുണ്ടാവും. പ്രമോദത്തിൻ്റെ കാരണം മനസ്സിന് പ്രീതി ഉണ്ടാവും. പ്രീതിയുടെ കാരണം ശരീരം പ്രശാന്തമാകും. ശരീരം പ്രശാന്തമാകുന്ന സമയത്ത് ശരീരത്തിൽ സുഖം അനുഭവപ്പെടുന്നു. ശരീരത്തിൽ സുഖം അനുഭവപ്പെടുന്ന സമയത്ത് ചിത്തം സമാധിസ്ഥമാകും. ഇതാണ് മുക്തിക്കുള്ള വഴി. അതിനാൽ ഈ പ്രീതി, സുഖം, പ്രമോദം ഇവയെ ഒരിക്കലും ഭയപ്പെടരുത്. ഇത് നമ്മുടെ മുക്തിക്കുള്ള അംഗമാണ്. ഇതിനൊരിക്കലും അകറ്റി നിർത്തരുത്.